കഴിഞ്ഞ അനാലിസിസ് ഫേസിൽ നമ്മൾ യൂസർ പെർസോണ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസറിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇരുട്ടത്ത് അമ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഏതൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസർ പെർസോണ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യൂസർ പെർസോണ? യൂസർ പെർസോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസറിനോട് കറക്റ്റായിട്ട് യോജിച്ച് നിൽക്കുന്ന കുറേ ഫിക്ഷണൽ ആയിട്ടുള്ള പ്രൊഫൈൽസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ നേരം പോകാനോ തമാശയായിട്ടോ ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് റിയൽ ആയിട്ടുള്ള നമ്മുടെ ഡേറ്റാസിൻ്റെയും ഇൻസൈറ്റ്സിൻ്റെയും റിസൾട്ടാണ് ഈ യൂസർ പെർസോണ. ഓരോ യൂസർ പെർസോണയിലും നമ്മൾ ഓരോ യൂസറിൻ്റെ ഗോൾ, പെയിൻ പോയിന്റ്, നീഡ്സ്, ബിഹേവിയർ ഇതെല്ലാം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആപ്പിൽ നമ്മൾ അതുപോലത്തെ യൂസർ പെർസോണാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സോളോ ട്രാവലർ സാറ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഈ സോളോ ട്രാവലിന് പെട്ടെന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ് അവർക്ക് ഈ ആപ്പിൽ ആവശ്യപ്പെടുന്നത്. അടുത്ത പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി പ്ലാനർ രാജ് എന്നാണ് നമ്മൾ അയാൾക്ക് പേര് കൊടുത്തത്. ഇയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, അതായത് ഒരു ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേക്കേഷനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ട്രാവലർ അനന്യ. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റണം, വൈഫൈ അവൈലബിലിറ്റി മസ്റ്റാണ്. ഇതുപോലത്തെ ഒരു 5 to 10 പ്രൊഫൈൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിനെ കുറച്ച് നമ്മൾ കൊണ്ടുവന്നു. ഈ ഇത്രയും പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിച്ചു. ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെയും കണ്ടന്റ് ടോണിൻ്റെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. യൂസർ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ്റെ ഒരു കോമ്പസ് ആയിരിക്കും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന്.